വിക്രം എടാ കഴിക്കാൻ വരുന്നില്ലേ? ഇല്ലടത്തി, വിശപ്പില്ല. പട്ടിണി കിടക്കല്ലേ വിക്രം? ഇനി അതും പറഞ്ഞ അമ്മ സങ്കടപ്പെടാൻ പോകുന്ന. പ്ലീസ് എടുത്തി, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ഹലോ വിക്രമ, ഇത് കണ്ടോ? എന്താ ഇത്? വിക്രമന്റെ ശത്രുഗുണ്ടകൾ നടത്തിയ ആക്രമത്തിൽ കത്തിപ്പോയ എഗ്രിമെന്റാ. ഇത് എന്ത് ചെയ്യണം? കത്തിക്കട്ടെ? എഗ്രിമെന്റ്? എന്ത് എഗ്രിമെന്റ്? എന്താ മോളേത്? ആ, അത് ഒന്നുമില്ലമ്മേ. ഉണ്ടമ്മേ. വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് കത്തിപ്പോയത്. അതെന്ത് രേഖ? ഞാൻ ഇവിടെ വന്ന് താമസം തുടങ്ങിയില്ലേ അമ്മേ? ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞപ്പോ വിക്രം എഴുതിയുണ്ടാക്കി എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച എഗ്രിമെന്റ് ആയത്. അതെന്തിനാ? ആ, അതൊക്കെ ഉണ്ട്. എന്നാ ഒന്ന് വായിച്ചേ, ഞാൻ കേക്കട്ടെ. പാതി കത്തിപ്പോയി, എന്നാലും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വായിക്കാം. അതൊന്നുമില്ലമ്മേ, അവള് വെറുതെ ഓരോന്ന് പറയുന്നത്. അയ്യോ, മോനെ വെറുതെ ഒന്നുമല്ല, എല്ലാം വിക്രം പറഞ്ഞിട്ട് എഴുതിയതാ. ആ ശരി, എന്നാ വായിക്കും. അയ്യോ അമ്മേ, വേണ്ടമ്മേ. നീ വായിക്കും. ആദ്യ ഹെഡിങ്: തിരുവനന്തപുരം ശ്രീ ശൈലേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് ജനങ്ങൾ നോക്കി നിൽക്കെ എന്റെ കരണത്തടിക്കുകയും താലി മഹാത്മ്യം പറഞ്ഞ് ബോറടിപ്പിച്ചതിന്റെ ശിക്ഷയായി ഒട്ടും ആഗ്രഹമില്ലാതെ ദേഷ്യം കൊണ്ട് മാത്രം ഞാൻ കഴുത്തിൽ താലി കെട്ടിയതിന്റെ പേരിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ എന്റെ ഭാര്യ എന്ന പേരിൽ വന്ന് താമസം തുടങ്ങിയിരിക്കുന്ന വേദാശങ്കരനാരായണൻ എന്ന സ്ത്രീയുമായി വിക്രം സുധാകരൻ എന്ന ഞാൻ ഒപ്പുവെക്കുന്ന കരാർ. ഇനി വായിക്കല്ലേ? വായിക്കട്ടെ? വേണ്ടമ്മേ, അത് വെറുതെ തമാശയ്ക്ക് വേണ്ടി ചെയ്തതാ. തമാശക്കൊന്നുമല്ല. നീ വായിക്കുമോളെ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുൻപിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന നമ്മൾ ഒത്തൊരുമിച്ച് പാലിക്കേണ്ട നിബന്ധനകൾ. നിബന്ധനകളോ? ആ, കേട്ടോളൂ. 1. നമ്മുടെ വിവാഹബന്ധം പൊതുസ്ഥലത്ത് ആളുകളുടെ മുൻപിൽ മാത്രമായിരിക്കും. സ്വകാര്യ സ്ഥലങ്ങളിൽ നമ്മൾ അന്യപുരുഷനും സ്ത്രീയുമായിരിക്കും. 2. രണ്ടുപേരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ പരസ്പരം ഇടപെടുന്നതല്ല. 3. സാമ്പത്തിക കാര്യങ്ങളിൽ രണ്ടുപേരും സ്വതന്ത്രരായിരിക്കും. രണ്ടുപേർക്കുമിടയിൽ പണത്തിന്റെ ഇടപാടുണ്ടായിരിക്കുന്നതല്ല. 4. രണ്ടുപേരുടെയും കുടുംബങ്ങളുടെ സ്വത്തുവകകളിൽ രണ്ടുപേർക്കും അവകാശമുണ്ടായിരിക്കുന്നതല്ല. ഇനി രസമുള്ളതാണ് കേട്ടോ. 5. നമ്മൾ രണ്ടുപേരും സ്ത്രീയും പുരുഷനും ആയതിനാലും പരസ്പരം ഇടപഴകുന്നത് മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം കൂട്ടാൻ ഇടയാകുമെന്നതിനാലും പെരുമാറ്റത്തിൽ പരസ്പരം ഔചിത്യപൂർവമായ അകലം പാലിക്കേണ്ടത് പ്രധാനമാണ്. അതിന് ഇരുവരും ശ്രദ്ധിക്കണം. ഇനി അവസാനത്തെ കേൾക്കണം. 6. മാനസികമായും ശാരീരികമായും പരസ്പരം സന്തോഷിപ്പിക്കാൻ ഇരുവരും ഒരിക്കലും ശ്രമിക്കാൻ പാടുള്ളതല്ല. അയ്യേ, ഇനി മതി. എങ്ങനെ? ഇത്രയായില്ലേ? ബാക്കിയുടെ വായിക്കാം. സുദീർഘമായ സഹവാസം കൊണ്ട് രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇരിപ്പുവശം മാറുകയും ശാരീരികമായും മാനസികമായും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന പക്ഷം മേൽപ്പറഞ്ഞ നിബന്ധനകളിൽ മാറ്റം വരുത്താൻ ഇരുവർക്കും അവകാശമുണ്ടായിരിക്കുന്നതാണ്. എങ്ങനെയുണ്ട്? എടാ കഴുതേ, എന്തൊക്കെയാടാ നീ എഴുതി വെച്ചിരിക്കുന്നത്? അത് പിന്നെ ഞാൻ തമാശ. അത് അവസാനം സുധാകര മാഷിന്റെ വീട് വിട്ട് ഇറങ്ങിയല്ലേ, ആ ചെറുക്കനെ നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് കുറെ നോക്കിയതല്ലേ. എന്താ ചെയ്യാ, ചില വിധികളെ നമ്മൾ മാറ്റിയെടുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഈശ്വരൻ നിശ്ചയിക്കണം. മാഷിന്റെ ഭാര്യയുടെ എത്ര കാലമായിട്ടുള്ള പ്രാർത്ഥനയാ. ആ ചെറുക്കന്റെ നല്ല കാലം തെളിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാറ്റിനും ഒരു കാലം വേണമെന്നാണല്ലോ ഈശ്വര. മോളെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വെറുതെ ഒരു തോന്നലുണ്ടായിരുന്നു, ചിലപ്പോ മോളെ അമ്പലത്തിൽ വെച്ച് കണ്ടാലോന്ന്. വിക്രമിനോട് വഴക്കിട്ട് മോളെ അവിടുന്ന് ഇറങ്ങി പോരുമ്പോ എനിക്ക് സങ്കടമായെങ്കിലും അത് കുറെ കാലം നീണ്ടുപോകുന്നതാണെന്ന വിചാരം ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുന്ന ഒരു പിണക്കമെന്ന് കരുതാനായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടം. പക്ഷെ മോളത് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിപ്പോന്നെന്ന് അമ്മയ്ക്ക് ഇപ്പോഴാ മനസ്സിലായി. അമ്മ എന്താ ഒപ്പിട്ട് അയക്കുന്ന ഒരു തുണ്ട് കടലാസും കോടതിയിൽ നിന്ന് ചാർത്തി കിട്ടുന്ന ഒരു പേപ്പറും മതിയോ മോളെ എല്ലാം അവസാനിപ്പിക്കാൻ? അമ്മ എന്തായി പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. വിവാഹം കഴിഞ്ഞൊരു വീട്ടിലെത്തുമ്പോ ഒരു പുരുഷനൊരു സ്ത്രീയെയും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെയും മാത്രമല്ല കിട്ടുന്നത്. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളും അതിനോടൊപ്പം ഉണ്ടാവും. ഭാര്യയ്ക്കും ഭർത്താവിനും തങ്ങളുടെ സ്വതന്ത്ര വ്യക്തികളാണെന്ന് തീരുമാനിച്ചു പിരിയാം. പക്ഷെ അങ്ങനെ മനസ്സുകൊണ്ട് സമ്മതിക്കാൻ പറ്റാത്ത മറ്റ് ബന്ധങ്ങളും ആ വീട്ടിലുണ്ടാവില്ലേ? അതോ നീ ഞങ്ങളെ താൽക്കാലികമായിട്ടുള്ള ബന്ധങ്ങളായിട്ടാണോ കണ്ടിട്ടുള്ളത്? അങ്ങനെയൊന്നും പറയില്ല അമ്മ. അമ്മയും അച്ഛനൊക്കെ എല്ലാ കാലത്തും എന്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഉണ്ടാവും. നീയും വിക്രമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ബന്ധം ഏർപ്പെടുത്താനുള്ള തലത്തിലേക്ക് വളർന്നു എന്ന് മോളെ അയച്ച നോട്ടീസ് കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. അവന് പക്ഷെ അതിപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കാനായിട്ടില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നത്? നോട്ടീസ് അയച്ചെന്നോ? ആര്? അപ്പൊ മോൾ അറിഞ്ഞിട്ടല്ലേ ആ നോട്ടീസ് വന്നത്? ഇല്ലമ്മ, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ആ മ്യൂച്വൽ പെറ്റീഷനിൽ ഒപ്പിട്ടിരിക്കുന്നത് മോളാണല്ലോ. മോൾ അറിയാതെ ആരാ അത് അയച്ചത്? മോളെ, അത് അയച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. മോളെ, നിങ്ങൾ വിക്രമിന് വല്ല നോട്ടീസ് അയച്ചോ? അയച്ചിരുന്നോ എന്ന്? ആ നോട്ടീസ് നീ തന്നെ എനിക്ക് ഒപ്പിട്ട് തന്നതാ, ഓർമ്മയില്ലേ? പക്ഷേ അത് അയക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്നോട് ചോദിച്ചോ? എന്നായാലും അത് വേണ്ടതല്ലേ വേദ? എന്തിന്? നിങ്ങൾ പറയുന്നത് പോലെ മറ്റൊരു വിവാഹം ചെയ്ത് ജീവിക്കാനോ? നീ ബഹളം വെക്കാതെ പതിയെ സംസാരിക്കേ. അപ്പൊ മറ്റുള്ളവര് കേൾക്കുന്നുള്ളൊരു പേടിയുണ്ടല്ലേ? ഇതുവരെ നമ്മൾ സംസാരിച്ചത് നടന്നതൊന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല. എന്തിനാ ഇതിൽ വെറുതെ പ്രായമുള്ളവർ വലിച്ചയക്കുന്നത്? പക്ഷേ എന്നെ സംബന്ധിക്കുന്ന കാര്യം എന്നോട് പറയാതെ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അധികാരം ഉള്ളത്?
ചെയ്തത്? അന്ന് നീ സ്വമേധയാ ഒപ്പിട്ട് തന്നതല്ലേ വേദ? അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്തു. അതായിരിക്കും നിങ്ങളോട് ആരാ പറഞ്ഞെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാണ് നിന്റെ പ്രശ്നം. ഓരോ സമയത്തെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചാ നീ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. പണ്ട് അന്നത്തെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് നീ ഇറങ്ങിപ്പോയി. അന്നേ ആരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വരുമായിരുന്നോ? ഓഹോ, അപ്പോ നിങ്ങൾ ഇതുവരെയുള്ള ക്രൈം ഒക്കെ ചെയ്തത് ഞാൻ കാരണമാണല്ലേ? എന്താ സംശയം? നിനക്കറിയാവുന്ന ശ്രീയേട്ടൻ മുമ്പ് ഇങ്ങനെ ആയിരുന്നോ? അല്ലല്ലോ. ഞാനും അച്ഛനും കൂടി എന്തൊക്കെ ആലോചിച്ച് വെച്ചതാ. നീയും നിന്റെ ആ നശിച്ച മുത്തശ്ശിയും കൂടിയല്ലേ എല്ലാം തൊലച്ചത്. ഇനിയിപ്പോ ഞാൻ തീരുമാനിച്ചതുപോലെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അവനുമായിട്ടുള്ള ബന്ധം ആദ്യം അവസാനിപ്പിക്കാൻ നോക്കാം. അത് കഴിഞ്ഞാവാം ബാക്കിയുള്ള ആലോചനകൾ. അതിന് എന്റെ സമ്മതം വേണ്ടെന്നാണോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാൽ അങ്ങനെ ഒരു നോട്ടീസ് അയച്ചത് ഞാനല്ലെന്നും അതിൽ എന്നെ കൊണ്ട് ബലമായി സൈൻ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നും ഞാൻ അച്ഛനോട് പറഞ്ഞാലോ? അതിലേക്കെത്തിയ സാഹചര്യങ്ങളും വിശദീകരിക്കാം. എന്താ വേണോ? നീ എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? നിങ്ങൾ എന്നോട് ചെയ്തതും അതാണല്ലോ. എന്നാ നീ ചെന്ന് അച്ഛനോട് പറ. പരമാവധി ഇവിടെ നിന്ന് ഞാൻ പുറത്താവുമായിരിക്കും. അത്രയല്ലേ സംഭവിക്കൂ. പക്ഷെ നിന്റെ വിക്രമനും അച്ഛനും കുടുംബത്തിനുമെല്ലാം എന്ത് സംഭവിക്കുമെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ശരിക്കും ഇത്രയ്ക്കും ക്രൂരനായിരുന്നോ? ഒട്ടുമല്ല. പക്ഷെ വിയർപ്പൊഴുക്കി നേടിയതിനും വളർത്തിക്കൊണ്ടുവന്നതിനുമെല്ലാം വെറും കാവൽപ്പട്ടി മാത്രമായിരിക്കും എന്ന് വന്ന ആരായാലും റിയാക്ട് ചെയ്ത് പോവില്ലേ? സ്ഥാപനങ്ങളുടെ ഷെയറുകളാണോ നിങ്ങളുടെ പ്രശ്നം? അതൊക്കെ അങ്ങ് വിട്ടു തന്നാലോ? നിവർത്തിയില്ലല്ലോ. ക്രയവിക്രയം ചെയ്യാൻ നിനക്ക് അവകാശമില്ലല്ലോ. നിന്റെ അടുത്ത തലമുറയ്ക്കല്ലേ പറ്റൂ. അച്ചാച്ചൻ ചെയ്തു വെച്ചു പോയ കുരുക്ക് അങ്ങനെയല്ലേ. അതുകൊണ്ട് ആ തലമുറ ആരായിരിക്കണം, എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്. നീ അതനുസരിച്ച് ജീവിച്ചാ മാത്രം മതി. കേട്ടല്ലോ? ഈ മുറിയിൽ ഇപ്പോ നടന്നത് നമുക്ക് രണ്ടാൾക്കും ഇടയിൽ സൂക്ഷിച്ചാ നിനക്ക് നല്ലത്. മനസ്സിലായല്ലോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ PPP സ്ഥാനാർത്ഥി ശ്രീകാര്യം ശ്രീനിവാസനെ ശംഖടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നമ്മുടെ സാരഥി ശ്രീനിവാസൻ. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. വിക്രം, എന്തായാലും ഇലക്ഷൻ വരെ കൂടെ നിൽക്കാന്ന് വാക്ക് പറഞ്ഞതല്ലേ, അത് തെറ്റിക്കണ്ട. പോയിട്ട് വാ. തിരിച്ച് അച്ഛന് തന്ന വാക്ക് ഞാൻ പാലിക്കും. ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഞാൻ ശ്രീനിവാസൻ സാറിനോടൊപ്പം ഉണ്ടാവില്ല. വരട്ടെ. വിക്രം, എന്താ അമ്മേ? ഞാൻ ഇന്ന് അമ്പലത്തിൽ വെച്ച് വേദയെ കണ്ടിരുന്നു. ആ കുട്ടി അറിഞ്ഞിട്ടല്ല ഡിവോഴ്സിന്റെ നോട്ടീസ് വന്നത്. അതിൽ ഒപ്പിട്ട് കൊടുത്തത് അവള് തന്നെയല്ലേ അമ്മേ? അയച്ച പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. തീരുമാനം അവൾ എടുത്തു കഴിഞ്ഞതല്ലേ? അല്ല മോനെ, അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. ഇപ്പൊ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. തൽക്കാലം നീ അത് ഒപ്പിട്ട് തിരിച്ചയക്കുന്നില്ല. അത് ഇവിടെ ഇരിക്കട്ടെ. എന്താണ് അവളുടെ അടുത്ത നീക്കം അറിയാലോ. അവൾക്ക് താല്പര്യമില്ലാത്ത നോട്ടീസ് ആണെങ്കിൽ അതങ്ങ് കീറിക്കളഞ്ഞേക്കാം. ബാക്കി കാര്യം പിന്നീട് ആലോചിക്കാം. നീ വേഗം പോവാൻ നോക്കും. മാവേലിക്ക് ശേഷം കേരളം കണ്ട ഒരേ ഒരു നേതാവ് ശ്രീകാര്യം ശ്രീനിവാസനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പല്ലേ. വേഗം ചെല്ല്. ഞാൻ പോയിട്ട് വരാം. നാട്ടാരെ മാറരുതേ, മറക്കരുതേ. നമ്മുടെ ചിഹ്നം ശംഖ്, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകാര്യം ശ്രീനിവാസൻ. ഈ നാട്ടിലെ ഓരോ വികസന പ്രവർത്തനങ്ങൾക്കും മുൻകൈയെടുത്ത് നാട്ടാരോടൊപ്പം എന്നും ഉണ്ടാകുന്ന ശ്രീകാര്യം ശ്രീനിവാസനെ എല്ലാവരും വിജയിപ്പിക്കണമേ. എല്ലാം ശരിയാവും അല്ലേ മാഷെ? ഇലക്ഷൻ കഴിഞ്ഞ് ഇവൻ അയാളെ വിട്ട് പോരട്ടെ കമല. ആ കുട്ടി തിരിച്ചു വരും. പിടി കൊടുക്കാതെ ഓടിയതാ ഞാൻ. ആർക്ക്? വിക്രം അവിടെ.